അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തായ്ലാൻഡിലെ കാർ പാർക്ക് കാണാനാണ്. കാർ പാർക്ക് എന്നല്ല, കാർ മ്യൂസിയം എന്നും പറയാം, പാർക്ക് എന്നും പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോണ്ട് ഇവിടെ അടിപൊളി വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. അതെ, ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഓരോ ഫോട്ടോകൾ എടുക്കണം. ഈ വണ്ടി മൊത്തമായിട്ട് ഓരോ ഫോട്ടോകൾ എടുത്ത് കാണാനുള്ള ഭംഗിയാണ് നമ്മൾ നോക്കണത്. ഇപ്പോൾ നമ്മൾ ഓട്ടിക്കൽ ഇതൊക്കെ പോകണമെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അത് തന്നെയല്ല, ഇവർ മോഡിഫൈ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഹമ്മറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഹമ്മർ മഞ്ഞ കളറിൽ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് ടയർ വരെ കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഹമ്മറിൻ്റെ അലോയ് വീലൊന്നും ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ മിലിറ്ററിയുടെ വണ്ടിയാണ് ഈ ഹമ്മർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പുറത്തിപ്പോൾ സെയിലായി. ഈ അമേരിക്കയുടെ മിലിറ്ററി വണ്ടിയല്ലേ ശരിക്കും പറഞ്ഞ ഹമ്മർ എന്ന് പറഞ്ഞാൽ? എന്നിട്ട് ഇപ്പോൾ അത് പുറത്തേക്ക് പിന്നെ സെയിൽ അങ്ങനെ തുടങ്ങിയതാണ്. എന്താ ഉണ്ടായിട്ടുള്ളത്? ഹമ്മറിന്റെ ഒറിജിനൽ മിലിറ്ററി വേർഷൻ കണ്ടിട്ട് അയാള് ജനറൽ മോട്ടോഴ്സിൽ പോയിട്ട് അവരോട് പറഞ്ഞു എനിക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോഴെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആർമി വേർഷൻ വണ്ടി എടുത്തിട്ട് അതപ്പുറത്തുണ്ട്, ആ വേർഷൻ വണ്ടി എടുത്തിട്ട് അതിനെ കുറച്ച് AC-യും അതും ഇതെല്ലാം പിടിപ്പിച്ച് കുറച്ചും കൂടി വണ്ടി ഓടിക്കാൻ എളുപ്പമാക്കിയിട്ട് അയാൾക്ക് വിറ്റു. അങ്ങനെയാണ് തുടക്കം. അതാണ് തുടക്കം. അതിനുശേഷം ഇറക്കിയതാണ് H1 എന്ന് പറഞ്ഞത്. ഇതിന് മുന്നോടി ഇത് H2 H3 ഇത് H2 ഹമ്മർ H2. ഇത് H2. ഇത് ഇവിടുന്ന് H2ന്റെ ബാഡ്ജിങ് കാണാം, കണ്ടോ? പിന്നെ H1 ആണ് ഫസ്റ്റ് ഇറങ്ങിയത് അല്ലേ? ഓക്കെ. പിന്നെ H2 H3 കഴിഞ്ഞതോട് കൂടിയിട്ട് ലിറ്റിൽ മോൺസ്റ്റർ എന്നായിരുന്നു അതിനെ വിളിച്ചോണ്ടിരുന്നത്. അതിന്റെ അഡ്വർടൈസ്മെന്റ് ലിറ്റിൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞത്. അതിനുശേഷം അത് നിർത്തി. ഒന്നാമത് ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി ഇല്ല. ഒരു 1-2 ഒക്കെയാണ് കിലോമീറ്റർ മൈലേജ് കിട്ടുക. പെട്രോൾ മാത്രമേ ഇറങ്ങിയിരുന്നുള്ളൂ, ഡീസൽ അവർ ഇറങ്ങിയിരുന്നില്ല. അമേരിക്കയിൽ കൂടുതലും പെട്രോളാണ്. എല്ലാ വണ്ടികളും പെട്രോളാണ്. അതിന്റെ ഫുഡ് റെസ്റ്റ് നോക്കിയേ, ഇത് മോഡിഫൈഡ് ആണ്. ശരിയാ. അതുപോലെ തന്നെ ഇതിന് അവിടെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാ അത് ഹുഡ് ഈ ഹുഡിനെ ഇങ്ങനെ തുറക്കുക, ഫ്രണ്ടിലേക്ക് തുറക്കുക. ആ ഹുഡ് ഈ മൊത്തം ഒന്നാണ്. ചില ട്രക്കുകളിൽ കണ്ടിട്ടില്ല, ഇത് മൊത്തമായിട്ട് തുറക്കുക, അല്ലാണ്ട് ഇവിടെ ഈ ബോണറ്റ് മാത്രമല്ല, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തുറക്കുക ചെയ്യാം. അങ്ങനെ ഇതിനെ ആക്സസ് ചെയ്യണത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ പറയാ സ്ട്രക്ചർ, ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെയല്ല ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇത്ര അധികം ഫ്യൂവൽ എഫിഷ്യൻസിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ യാതൊന്നും ഇല്ലാത്തൊരു വണ്ടി ഇത്രയധികം ഹിറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് ബേസ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഹിറ്റ് ആയിട്ടുള്ളത്. പിന്നെ അത് തന്നെ ഇതിന് നമ്പറൊക്കെ ഇല്ലല്ലോ. അപ്പൊ ശരിക്കും ഇത് മ്യൂസിയത്തിൽ വെക്കുന്നുണ്ടെങ്കിലും പക്ഷെ അപ്പൊ നമ്പറിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഇവിടെ മ്യൂസിയത്തിന് ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതെന്താണോ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്ത് ആരെങ്കിലും മ്യൂസിയത്തിന് ഡൊണേറ്റ് ചെയ്തായിരിക്കും. കുറച്ച് നാൾ ഓടിച്ച് നടന്നിട്ട് മ്യൂസിയത്തിന് ഡൊണേറ്റ് ചെയ്ത. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വണ്ടികളുണ്ട്. അതേപോലെ ഇതേ അടുത്ത വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി. ഇത് ഏതാണ് ബ്രാൻഡ്, എന്താണ് കാര്യങ്ങൾ എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ആനന്ദം എഴുതിയിട്ടുണ്ട് എന്താണ് ബ്രാൻഡ് എന്ന്? ഈ വണ്ടിയുടെ മോഡിഫൈഡ് ആണ്, എന്താണെന്നുള്ള അറിയില്ല. സാധാരണ ഗതിക്ക് ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടറിൻ്റെ ടയറിൻ്റെ വലിപ്പം ഉണ്ട്. അതേപോലെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബും അതുപോലെ തന്നെ സസ്പെൻഷനും ഫ്രണ്ട് ഹൗസിങ്ങും ഒക്കെ ഇവിടെ തന്നെ ഇങ്ങനെ കാണാട്ടോ. എല്ലാ സാധനങ്ങളും മോഡിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മോൺസ്റ്റർ ടെക്ക് എന്നൊക്കെ പറയുന്ന പോലെ, ട്രക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു വണ്ടിയാണെന്നാണ് തോന്നുന്നു. ഫോട്ടോ എടുക്കാൻ തന്നെ ശരിക്കും ലോങ് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അടുത്തുനിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലാത്ത രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. നോക്കി എന്ത് ഹൈറ്റിലാണ് നിൽക്കണം, ഇതിൽ എങ്ങനെയാണ് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇവിടുന്ന് ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ചവിട്ടി അവിടെ ചവിട്ടി കയറണം. ഇത് കയറി ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി തന്നെയാണ് കേട്ടോ. മോളിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഓരോരോ എക്സ്ട്രാ ഫിറ്റിങ്സ് ഇത് തൊട്ടടുത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ എല്ലാം കൂടി കാണാൻ പറ്റണില്ലേ. കാരണം വേറൊന്നുമല്ല, ഇത് ഇത്ര ഹൈറ്റുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാലാണ് ഹമ്മർ വരെ, ഇത്ര വലിപ്പമുള്ള ഹമ്മർ വരെ ഇതിൻ്റെ അടുത്ത് ഇത്ര ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ വലിപ്പം എന്താണെന്നുള്ളത്. ഇത് ഹമ്മറിൻ്റെ ഇതല്ലേ H1 എന്ന് പറയണത്? മുത്ത് എന്നിട്ട് പറഞ്ഞ ഈ H1ന്റെ കാര്യം എന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. മുത്തിന് എന്തായിരുന്നു സംശയമായിരുന്നോ? അത് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നോ? അത് ശരിയടാ, നമ്മുടെ വീട്ടിലേക്ക് ഇത് കയറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, അങ്ങനെ വന്നാ ഞങ്ങളുടെ നിന്റെ വീട്ടിലേക്ക് ഇട്ടോട്ടെ തൽക്കാലത്തേക്ക്. ഇവൻ സർപ്രൈസ്. നിങ്ങളുടെ വീട്ടിലും പറ്റില്ല അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നില്ല. ശരി, അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ ഇടാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓട്ടോ വിളിച്ച് പോയിട്ട് അവിടെ നിന്ന് എടുത്ത് ഓടിച്ചാൽ മതിയല്ലോ. ഈ വണ്ടി നോക്ക് ഗൈസ്, ഇതിൻ്റെ ന്യൂ വേർഷനാണ് നമ്മൾ അപ്പുറത്ത് കണ്ടിട്ടുള്ള H2. ഇത് H1 അതെ അല്ലേ?
ഇതാണ് ശരിക്കും മിലിറ്ററിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇത് ബാക്കിൽ ക്യാൻവാസ് വെച്ചിട്ടുള്ള ബോഡി ആയിരുന്നു, ക്യാൻവാസ് ബോഡി ആയിരുന്നു ബാക്കിൽ. ഈ സാധനം കണ്ടോ, ഈ ഹുക്കുകൾ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പാരച്ചൂട്ടില് ഈ സാധനത്തിന് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു ബാറ്റിൽ സോണിലേക്ക് പാരച്ചൂട്ടിൽ ഇട്ടിട്ട്. ഇതേമാതിരി 2 ബാക്കിലും ഉണ്ട്. നേരെ വന്ന് പാരച്ചൂട്ടിൽ വന്നിട്ട് താഴെ വന്നിട്ട് ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് പാരച്ചൂട്ട് മാറ്റിയിട്ട് ഇവർ ഓടിച്ചുകൊണ്ട് പോകും. ഇതായിരുന്നു ഇത്. അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് ഈ സാധനം നേരെ താഴേക്ക് ഇടാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറ്റും. ഞാൻ വിചാരിച്ച വെറുതെ പറയണതാവെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്ര വെയിറ്റ് പാരഷൂട്ട് താങ്ങും. ഹുക്ക് കാണുന്നത് പാരച്ചൂട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഹുക്ക് 4 ഉണ്ട്. ഇവിടെ ഫ്രണ്ട്. അപ്പൊ ഏത് ചിലപ്പോ വണ്ടി ഇറങ്ങാത്ത സ്ഥലത്തും ഈ സാധനം പാരഷൂട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ ഓടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അവര് ടെക്നോളജി, അമേരിക്കൻ ടെക്നോളജിയാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് അവരെന്തെന്ന് വെച്ചാൽ അതിനെ ഹാർഡ് ടോപ്പ് ആക്കി. ഇതായിരുന്നു ആർണോൾഡ് ഷ്വൈസേഗറിന് കൊടുത്തത്. ഇത് ആർമി വേർഷൻ. ഇത് എന്നിട്ട് ആർണോൾഡ് ഷ്വൈറ്റ്സനേഗറിന് അവർ കൊടുത്തു. അതാണ് ഈ വണ്ടി ഇപ്പൊ ശരിക്കും മോഡിഫൈഡ് ആയി തുടങ്ങി കുറച്ച്. പക്ഷെ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കില് ഒരു ക്യാബിനും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഹാർഡ് ബോഡി ആക്കി AC പിടിപ്പിച്ചു, സിസ്റ്റം സെറ്റ് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പം സിവിലിയൻ വേർഷൻ. ഇതാണ് മിലിറ്ററി വേർഷൻ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, സെൻട്രൽ ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതാണ് അവിടെ ഒന്ന് സൂം ഇൻ ചെയ്ത്, ഒന്ന് സൂം ചെയ്ത് കണ്ടോ. ഈ ടയറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കാണുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഒരു കംപ്രസറാണ്. അതിലാണ് കാറ്റ് അടിക്കുന്നത്. ഇതിന്മേ ബുള്ളറ്റ് കൊള്ളുവോ, ടയർ പഞ്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻഫ്ലേറ്റ് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ടയറിന്റെ ഉള്ളിലേക്ക് കാറ്റ് പമ്പ് ചെയ്തോണ്ടിരിക്കും. കാറ്റ് പോയാലല്ലേ പഞ്ചർ ആവുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാറ്റ്, അങ്ങനെ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ. അതാണ് CTIS. ഇതാണ്. ഇത് ശരിക്കും പെട്ടെന്ന് മനസ്സിലാവും. ആ ഹുക്ക് തുറന്നു കഴിഞ്ഞാൽ ബോണറ്റ് മൊത്തം തുറക്കാൻ. മറ്റേന്റെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിന്റെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? എല്ലാത്തിനും ആരെന്തോ ചെയ്തു, വണ്ടിമേ കയറി തൊട്ടുന്നുണ്ട്. ഇതാ ഇത് എന്തുട്ടാന്ന് മനസ്സിലായി? ഈ ഹുക്ക് വണ്ടിയുടെ എന്തുട്ടാ? വണ്ടി മറ്റേ ഇതില് ഫ്ലൈറ്റിൽ വന്നിട്ടോ വലിയ ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിന് തള്ളി താഴത്തേക്ക് ഇടും പാരഷൂട്ടിൽ. അപ്പോൾ ഇതിങ്ങനെ പറന്ന് താഴത്തേക്ക് ഈ വണ്ടി താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4 ക്ലാമ്പ് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത്. അപ്പോൾ ഏത് ടെറൈനിലും ഓടിക്കാൻ, ഇപ്പോൾ നമുക്ക് വണ്ടി എത്തില്ലാത്ത സ്ഥലത്തായാലും ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ ഇറക്കാമല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഹമ്മറിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളും കുറേ മനസ്സിലായി. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഇതിൻ്റെ ഹുക്കുകളും കാര്യങ്ങളും എന്താ പറയുക, പഴയ വേർഷനും പുതിയ വേർഷനും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ അറിയാം. ഇതിനും അതേ സെയിം തന്നെ അല്ലേ? എയർ കണ്ട് ഇതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇറങ്ങിയിട്ടുള്ള കമ്പനി അലോയ് വീൽ അല്ല, അലോയ് വീലൊക്കെ സെയിം തന്നെ ആയിരിക്കുമോ? അലോയ് വീൽസ് മോഡിഫൈഡ് ആണ്, ലെൻസോയുടെ അലോയ് വീൽസ്. അതുപോലെ തന്നെ ടയറും ഒക്കെ ഇപ്പോഴത്തെ പുതിയതിട്ടുള്ളതായിരിക്കും. വലിയ ടയർ ഇപ്പം ഇട്ടിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ ഇപ്പോൾ അവർ മോഡിഫൈ ചെയ്തായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പഴയ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ എന്താ പറയാ, നമ്മളുടെ വേറൊരു ടൈപ്പ്. ഇപ്പോഴത്തെ നമ്മുടെ പഴയ മോഡൽ വണ്ടികളുടെ സാധനമാണ്. അതിനെ വൈറ്റ് പെയിന്റ് ചെയ്തു മാത്രം. ഓക്കെ. ഇത് ഷവർലെറ്റിന്റെ ഏതോ കാണാത്ത, ഷവർലയുടെ ഏതോ കാണാത്തൊരു മോഡല് അല്ലേ? ഇതിന്റെ പേര് വലുതും അറിയോ? ആനന്ദ ഈ ഷവർലയുടെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇത് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ, അന്ന് കാലത്ത് ഹെഡ്ലൈറ്റ് ഒക്കെ പ്രൊജക്ടറാണ്. ഇത് 1997-98 ഒരു മോഡലാണ്. അപ്പൊ ഞാൻ വിചാരിച്ച വലിയ ഹിറ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇത് പഴയ കാലത്ത് ഒരു വണ്ടിയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോയിട്ടാണ് അവിടേക്കൊക്കെ വരുള്ളൂ. ഇത് മസ്താങ്ക്, ഫോർഡ് മസ്താങ്ക് അല്ലേ ഈ കാണുന്നത്? ഷെൽബി കോബ്ര എന്ന് പറയും. ഫോർഡ് മസ്താങ്ങിന്റെ ഷെൽബി കോബ്ര വേർഷനാണ്, ട്യൂൺഡ് വേർഷനാണിത്. ഷെൽബി കമ്പനി കോബ്ര വേർഷനിൽ ട്യൂൺ ചെയ്തിരിക്കുന്നതാണ് ഷെൽബി കോബ്ര 2222. കോബ്രയുടെ എംബ്ലം കണ്ടോ? അതാണ് ഈ കോബ്ര വേർഷൻ എന്ന് പറയുന്നത്. അതായത് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് മ്യൂസിയത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. ഇതെന്താണ് സംഭവം? ഇത് അത് ഈ ബോണറ്റ് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഹൈ സ്പീഡിൽ പൊന്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ്. ഹൈ സ്പീഡിൽ എങ്ങാനും ഹിഞ്ച് വിട്ടിട്ട് ഇത് പുറത്തേക്ക് ബാക്കിലേക്ക് പോയിട്ട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ലോക്ക്. അത് ഇത് റാലിക്കാറാണോ? റാലി അല്ല, ഇത് മറ്റേ ട്രാക്കാണ്, ഡ്രാഗ് റേസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഷെൽബി GT 500 അഡീഷണലി ട്യൂൺ ചെയ്തിട്ടുള്ളത് കോബ്ര. ഇത് 4 സീറ്റാണല്ലോ ശരിക്കും പറഞ്ഞാൽ. 4 സീറ്റ്. എന്താണ് മസിൽ കാർ എന്ന് പറയും. ഇത് നിസാൻ R GTR നിസാൻ GTR അല്ലേ? ഗോഡ്സില്ല. അതാണ് GTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 888.
ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അത് തന്നെയല്ല മോളിൽ നിന്നുള്ള ലൈറ്റ് കറക്റ്റ് ആയിട്ട് ഇതുമലേക്ക് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് തിളങ്ങ കിടന്നിട്ട് തുണ്ട് പൊടിയില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ അലോയിൽ നോക്കി മിച്ചിലിൻ്റെ ടയർ, അതുപോലെ തന്നെ എന്താ പറയുക മൊത്തം സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല പുതിയക്കാന്ന് പറയില്ലേ. സംഭവം നമ്മുടെ നാട്ടിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ആഗ്രഹങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കെങ്കിലും ചെയ്യാമല്ലോ. അമേരിക്കയുടെ 2 എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇത് നോക്കി നിൽക്കണേ, 2 വേണ്ടി വരുമോ? എടാ അത് ജപ്പാൻ്റെ ആണോ ആ കൊടി? കായ്സ് ജപ്പാന്റെ കൊടി കൊടുത്തിട്ടുണ്ട്, തെറ്റിപ്പോയി. ഞാൻ അമേരിക്കയുടെ ഏത് ഫോർഡ് മസ്താങ്ക്, ഇത് നിസാൻ. ഓ നീ ഇതവരെ പഠിച്ചു, ഞാനൊക്കെ തെറ്റിയിട്ടാണല്ലോ കായ്സ് പറയുന്നത്. കുറേ വണ്ടി ഒരുമിച്ച് കണ്ടപ്പോ ഒരു വെപ്രാളായി ആകെ കൂടി. അത് മൂടിയിട്ടേക്കാണല്ലോ മൊത്തം സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ, സീറ്റൊക്കെ. ഇത് ഏതാ വണ്ടി? ഇത് ഏതാ? കാർബൺ ഫൈബർ ആയിക്കോട്ടെ. വണ്ടി ഏതാ? വല്ല ഐഡിയ ഉണ്ടോ? റാഡിക്കൽ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടോ? ഇതിന്റെ നമ്പർ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് റേസാണ്. ട്രാക്ക് റേസിംഗിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. പല കാറ്റഗറിയിൽ ഫോർമുല 1, ഫോർമുല 2, ഫോർമുല 3, ഫോർമുല 1, ഫോർമുല 2, ഫോർമുല 3 എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിൽ ഓടിക്കുന്നതാണ്. ഇത് ടൂറിംഗ് ആണ്. ഇതിൽ 2 പേര് ഇരുന്നിട്ട് വേണ്ടി മാത്രമേ നമ്മുടെ റേസിംഗിന്റെ സമയത്ത് നല്ല ട്രാക്കിൽ. ശരിക്കും ഇവിടെ വന്നപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലായി, ഈ വണ്ടികളിലൊക്കെ നമ്പർ ശ്രദ്ധിച്ചോ? മറ്റേത് 444, 333, 111 എല്ലാ ഫാൻസി നമ്പർ, മറ്റേത് 888 അങ്ങനെ. ഇതിനി ഏതാ? കണ്ടു. ഇതൊരു ഭയങ്കര സംഭവമായി അല്ലേ? ഇതിന്റെ ഷേപ്പ് ഒരു അന്യായ ഷേപ്പാണ്. നീ ഇതൊക്കെ അറിയാം ആ സാധനം തൊട്ടാന്ന് ഒന്ന് പറഞ്ഞു. ഇത് എന്താന്ന്? അതാ കാണും സ്പോയിലർ. ഇപ്പൊ എന്റെ വാച്ച് ചൂണ്ടി, ഇപ്പൊ എന്റെ വാച്ചിന്റെ മഞ്ഞയും വണ്ടിയുടെ മഞ്ഞയും ഒക്കെ സെയിം ആയിട്ടോ ഗൈസ്. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം. ഇതേതാന്ന്? ഏതിന്റെയാ? ലോട്ടസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണോ? ഞാൻ കേട്ടിട്ടില്ല. എങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട്, വണ്ടീനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന എനിക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ച് വരെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഞാൻ താഴെയാണ് വണ്ടികളുടെ അറിവിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുക. മനസ്സിലെപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ടോ എനിക്ക് ആ വണ്ടിയുടെ കാര്യം അറിയാം, ഈ വണ്ടിയുടെ കാര്യം അറിയാം. ലോട്ടസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൂടി കേൾക്കാത്ത എന്റെ ഒരു അവസ്ഥ ഇതൊക്കെ കണ്ടുപിടിച്ചു ഗൈസ്. സുപ്ര, ടയോട്ട സുപ്രയുടെ എങ്ങനെയാ അതറിയാം. സുപ്രയുടെ ഹെഡ്ലൈറ്റ് പൊന്തി വരുന്നതല്ലേ? MK3 മാത്രമേ ഉള്ളൂ. MK3, MK4 തൊട്ട് അതാ ഞാൻ പറഞ്ഞു. അതൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. MK3 പറഞ്ഞു ഇത് അമേരിക്കയുടെ ഫ്ലാഗ് ആണെന്ന് നീ പറഞ്ഞു, ഞാൻ സമ്മതിക്കേണ്ടി വരും. ഇത് ബ്രിട്ടീഷ് ഫ്ലാഗാ. അപ്പൊ ഞാൻ പറയാണ് ഇത് ബ്രിട്ടീഷ് ഫ്ലാഗ് ആണ്. ബ്രിട്ടീഷ് ഫ്ലാഗ് കണ്ട, യുകെയുടെ വണ്ടിയാണ്. അപ്പൊ ഇത് തീ പറഞ്ഞ സ്റ്റിക്കർ അടിച്ചു കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഷവർലേയുടെ വണ്ടിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ 95, 96, 97 ആ കാലഘട്ടത്തിൽ 2000 മുന്നേ ഇറങ്ങിയതാണ്. അധികം ഓടിയില്ല. സീറ്റ് കണ്ടോ? സീറ്റ് ഇത് റോഡ് സ്റ്റാർ മോഡൽ ആയിട്ട് ഇറക്കിയതാണ്, പക്ഷെ അത്ര ഫേമസ് ആയില്ല. ഈ അലോയിൽ ഒന്നുമല്ല, ബാക്കിലത്തെ വ്യത്യാസം ഉണ്ട് അല്ലേ? ബാക്കിലത്തെ അലോയിലേ വ്യത്യാസം ഉണ്ട്. ടയറും വലുതാ. എനിക്ക് തോന്നണേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളറിലാണ് ഇത്ര അധികം ഒരു എയിമായിട്ട് നിൽക്കണേ അല്ലേ? ഇത് എന്തിട്ടാണോ പവർ കുത്തിയിട്ടേക്കണേ? ബാറ്ററി ഉണ്ടാവും, ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് പെർമനന്റ് ആയിട്ട് ഇവിടെ കൊണ്ടിട്ടുള്ള വണ്ടികളാവില്ല ഇത്? താൽക്കാലികമായിട്ട് ഇട്ടിട്ടുള്ളതാവോ? അല്ല, ഇത് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം, എഞ്ചിൻ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ. 888. ഇത് 444 ഹെഡ്ലൈറ്റ് വൈപ്പർ. ഇത് ഏതാ? ബെൻസിന്റെ ഏതാണ് സാധനം? AMG. ഇവിടെ ഈ പറഞ്ഞ മോട്ടോർ സ്പോർട്സ് വളരെ ഫേമസ് ആണ്. ഇവിടെ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഒന്നിനൊരു പ്രശ്നമില്ല. നമ്മൾ ചോദിച്ചില്ലേ, ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ ആകെ കുഴപ്പമുള്ള കേസ് എന്തിട്ടാ? ബുക്കും പേപ്പറും കറക്റ്റ് ആയിരിക്കണം. മോഡിഫിക്കേഷൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ബെൻസിന്റെ ഇത് ഈ ക്ലാസ് ആണോ ഏതാന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? ഏതാന്നുള്ളത് അറിയണ്ട. എന്തായാലും പഴയ കാലത്തെ വണ്ടിയാണ് അല്ലേ? 1989, അതെ, D2. അപ്പൊ ഇത് ഏതാണ് സംഭവം എന്ന് അറിയണവര് ഒന്ന് കമന്റ് ചെയ്തോളാം. ട്രാക്ക് വണ്ടി തന്നെയാണ് അല്ലേ? യെസ്. ഇതെന്താ സംഭവം ഇനിയിപ്പോ? പൊളാറിസ് 6x6 6x6. എന്റെ അമ്മ 3 വീല് ഡ്രൈവ് അല്ലേ? അപ്പൊ 6 ഹൗസിംഗ് ഉണ്ടാവും ഇതിന്? അല്ല, 3 ഹൗസിംഗ്. 3 ഹൗസിംഗ്. സോറി, ഞാൻ ഉദ്ദേശിച്ചത് 3, പക്ഷെ പറഞ്ഞത് തെറ്റിപ്പോയി. 3 ഹൗസിംഗ് 6 വീലിന് ചുറ്റി. ഇതും എനിക്ക് തോന്നുന്നു മിലിറ്ററി ടൈപ്പ് വല്ല വണ്ടി ആയിരിക്കും അല്ലെ? മിലിറ്ററിക്കൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യണതാണ്. ഓക്കെ. ഇത് ഏതാ? മെയ്ഡ് ഏതാ? മെയ്ഡ്
മെയ്ഡ് ഇൻ അമേരിക്ക. അമേരിക്കയുടെ വണ്ടികൾ തന്നെയല്ല എങ്ങനെയൊക്കെയുള്ളത് കൂടുതലും. ഓക്കെ, ഇതിന് 3 ടയറുള്ളൂ. ഏതിന്? ഇതിനാ? അതിന് ഇത് സ്റ്റിംഗ്റേ, ഇത് പൊളാറിസ് സ്റ്റിംഗ്റേ. എവിടെയോ DC വണ്ടിയുടെ ലുക്ക് വരുന്നില്ലേ? ബാക്കിൽ ഒരു ടയറും ഫ്രണ്ടിൽ 2 ടയറും. എവിടെയോ മറ്റേ DC വണ്ടിയുടെ ലുക്ക് വരുന്നുണ്ട്. ഇല്ല, പക്ഷെ ഇതിന്റെ ടയറൊന്നും ഇങ്ങനെ കാണാൻ പാടില്ല അല്ലേ? അല്ല, അതിന് അങ്ങനെ ആ മോഡലിലാണ് അതിനെ ചെയ്തത്. വളരെ ഫസ്റ്റ് ആയിട്ട് ഓടിക്കുന്നത് സ്ലിംഗ് ഷോട്ട്. ഇതിന്റെ പേര് പൊളാറിസ് സ്ലിംഗ് ഷോട്ട്. സ്റ്റിംഗ്റേ അല്ല, സോറി, സ്ലിംഗ് ഷോട്ട്. സ്ലിംഗ് ഷോട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് എന്താ ബാക്കിൽ ഈ ഒറ്റ വീലാക്കി കൊടുത്തിട്ടുള്ള വെറൈറ്റിക്ക് വേണ്ടിയിട്ട്? ഫ്രണ്ടില് ഇതിനെ മൂവ് ചെയ്യാനും ബാക്കിൽ നിന്ന് പവർ ചെയ്യാനും. ശരിക്കും സ്റ്റിയറിംഗ് ഒക്കെ അപ്പുറത്തെ സൈഡിലാട്ടോ. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബെൻസിന്റെ മാത്രമാണ് ഇപ്പുറത്തുള്ളൂ, ബാക്കിയുള്ളതിന്റെ ഒക്കെ ഒരുവിധം അപ്പുറത്താണ്. ഇനി ഇതേതാ സംഭവം? ഇതെന്താ വണ്ടി? ഇതേമാതിരി തന്നെ ഒരു 3 ടയറുള്ളൂ. ഇതിന് 3 ഉള്ളൂ. 3 ടയർ വണ്ടികളാണ് ഒക്കെ ഇപ്പോ. ഇതിന്റെ പേരെന്താന്ന്? ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് പേരില്ല. ഇതിന്റെ ചേസസ് വേറെ ആയിരിക്കും, ഇതിന്റെ ബോഡി കെട്ടിയത് വേറെ ആയിരിക്കും, അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞ മോഡിഫൈ ചെയ്ത ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കണം. അത്ര പറയാൻ പറ്റും അല്ലേ? 3 വീൽ കാറ്റഗറിയിലുള്ള വണ്ടികളാണ്. ഏതാ ബ്രാൻഡെന്നോ ഏതാ മെയ്ഡെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് കാറ്റർഹാം, ഇത് ബ്രിട്ടീഷ് ആണ്. കാറ്റർഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ വണ്ടിയാണ്. അത് അവരുടെ ക്ലാസിക് മോഡലാണ്. ഏത്? ഇവിടെ മുകളിൽ ആ വണ്ടി ഓടിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതാ 3 വീല് വണ്ടി അല്ലേ അത്? കാണിക്കുന്നുണ്ട്. അതാണ് 3 വീലാകുമ്പോഴത്തേക്ക് ഗുണം. മോട്ടോർ ക്രോസ് എത്തണില്ല കേട്ടാ മറ്റേ സാധനത്തിന്റെ ഒപ്പം. ഇതാണ് കാണിക്കണത്. അപ്പുറത്ത് കാണിച്ചത് കണ്ടാ ഈ സാധനം. ഈ സാധനത്തിന്റെ ഒപ്പം മോട്ടോർ ക്രോസ് പോലും എത്തണില്ല. അപ്പൊ ആ നിലയ്ക്ക് പെടയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ്. അതേപോലെ ഒറ്റ വീല് ഇതേ അവിടെ ട്രെയിനിങ് അടിക്കണണ്ടാ. അടിപൊളി. അപ്പൊ ഈ സാധനത്തിന്റെ പേര് ഇനിയിപ്പോ എന്തുട്ടാ? ഇപ്പൊ പെട്ടക്കണ കണ്ട സാധനം ആനന്ദ, ഇതേതാ അറിയില്ല, നോ ഐഡിയ. ഇതൊക്കെ കസ്റ്റം മെയ്ഡ് ആണ് ആയിരിക്കും അല്ലേ? ബ്രാൻഡ് പോലും എഴുതി വെച്ചിട്ടില്ല. ഒരുവിധ എല്ലാ വണ്ടികളും അൽബാൻ നോക്കിന്റെ. അപ്പൊ അവരാവും മോഡിഫൈ ചെയ്യേണ്ടാവും. അതാണ് അതിന്റെ ഓണേഴ്സ് ആണ്. ആണോ? ഇതൊക്കെ കസ്റ്റം മെയ്ഡ് ചേസസും മോട്ടർ അതിന്റെ എഞ്ചിൻ വ്യത്യാസം ഉണ്ടാവും. എഞ്ചിനീയറിംഗ് കോളേജിന്റെ പിള്ളേർ ഉണ്ടാക്കില്ലേ? നോക്കിയേ, ഇതിന്റെ ഷോക്ക്, ഗ്യാസ് ഷോക്ക് ഫ്രണ്ടില്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ, അതുപോലെ തന്നെ വിഞ്ച്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ 4 ലൈറ്റ് ബഗ്ഗി. പിന്നെ ആ മുകളിലേക്കുള്ള ലൈറ്റ് അല്ല നിൽക്കുന്നത്. അത് ഈ ഡെസേർട്ടിലൊക്കെ പോണ സമയത്ത് കാണാൻ വേണ്ടിയിട്ട് അതിൽ കൊടി കുത്തും അല്ലേ? അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ റോട്ടിൽ പോണ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഭംഗിയായിട്ട്. ആംഫീബിയസ് വണ്ടിയാണ് കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങുന്ന വണ്ടിയാണ്. ഏത്? ഇങ്ങനെ തന്നെ ഓടിച്ചോണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഓടും. കരയിലും വെള്ളത്തിലും ആംഫീബിയസ് വണ്ടിയാണ്. ബ്രാൻഡ് ഇല്ല അങ്ങനെ? ബ്രാൻഡ് ഉണ്ടാവുമായിരിക്കും, നമുക്ക് അറിയില്ല അതിന്റെ ബ്രാൻഡ് ഏതാണെന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ ആനന്ദ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ വെറുതെ വന്ന് പോയി കണ്ട് വണ്ടികൾ എന്താണെന്നുള്ളത് അടിപൊളി ആയിട്ട് കേട്ടോ. സൂപ്പർ വണ്ടി. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ഇതാണെന്നല്ലാണ്ട് പിന്നെ ബ്രാൻഡുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. മുത്തിനും വെറുതെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും അറിയുന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും അറിയില്ല. ആനന്ദ്, താങ്ക് യു ഫോർ യുവർ തെറ്റിപ്പോയില്ല ഗൈസ്, ഇൻഫർമേഷൻ എന്ന് പറയാൻ വന്നത് തെറ്റിപ്പോയി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞു അല്ലേ? ഇതും മെർസിഡീസിന്റെ സ്മാർട്ട് കാർ, ബെൻസിൻ്റെ ആണത്. എന്റെ പൊന്നെ, ബെൻസിന്റെ ഇങ്ങനെ ഒരു കാർ കണ്ടിട്ടില്ല. ടാറ്റ നാനോ പോലെ ഫുൾ ബോഡി ആയിട്ടാ പറഞ്ഞത്. ഇതാരോ മോഡിഫൈ ചെയ്തതാണ്, ഇങ്ങനെ മോഡിഫൈ ചെയ്തതാണ്. അതല്ലേ? ഇത് 2 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാറാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ബെൻസിന്റെ ഇതിൽ എംബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ നിനക്ക് മനസ്സിലാവുന്നത് ബെൻസാണ്? എങ്ങനെ മനസ്സിലായി? അറിയാം, ഇത് സ്മാർട്ട് എന്നുണ്ട്. എന്റെ വീലുമേ നോക്കിയേ, സ്മാർട്ട് കണ്ട. ഓക്കെ. അപ്പൊ ബെൻസിന്റെ മോഡിഫൈഡ്, ഹെവിലി മോഡിഫൈഡ് ആണ്. അതിന്റെ സ്റ്റിയറിംഗ് എന്താ എഴുതിയിട്ടാണോ? സ്മാർട്ട് അല്ലേ? ഓക്കെ. മാറ്റ് കളർ. ഇതെന്താ സാധനം? ഇത് പൊളാറിസ് ഇത് മറ്റേ മണലിലും ഡെസേർട്ടിലൊക്കെ ഓടിക്കുന്ന സാധനമല്ലേ? ഇത് നമ്മൾ ദുബായിലൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്. ഇത് മുത്ത് ഓടിച്ചിട്ടുള്ള വണ്ടിയല്ലടാ? ഇത് മുത്ത് ഓടിച്ചിട്ടുള്ളത് അവിടെ ഡെസേർട്ടില്. ഇത് യമഹയുടെ അല്ലേ? യമഹ ബെയർ. ഇതിന്റെ എനിക്ക് സ്റ്റിക്കർ അടിച്ചിട്ടുള്ള കേട്ടോ. അതൊക്കെ സ്റ്റിയറിങ്, അതുപോലെ ബാക്കിലൊരു പെട്ടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടയറൊക്കെ നമ്മൾ എന്താ പറയുക, ഡെസേർട്ടിൽ ഓടിച്ചിട്ടുള്ളൊരു സെയിം വണ്ടി തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഒരു ലൈനിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും അപ്പുറത്തെ ലൈനും ഉണ്ട് കേട്ടോ ഗൈസ്. അതുകൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ നമുക്ക് എന്തായാലും. കാരണം ഇവിടം വരെ വരുമ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് കാണാത്ത ടൈപ്പൊക്കെ ആസ്വദിച്ച് കണ്ടിട്ട് വേണ്ട പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എൻജോയ് ചെയ്ത് കാണുകയാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കോഫി ഷോപ്പ് കൂടിയുണ്ട്. അപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞ് നമുക്ക് ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആനന്ദ, ഇതേതാ സാധനം?
ഇതും കിറ്റാണ്, കിറ്റ് കാറാണ്. റോഡ് റേസിങ്ങിന് വേണ്ടിയിട്ട് 24 hours റോഡ് റേസിംഗ്, ലീമാൻസ് മാതിരി 24 hour എൻഡ്യൂറൻസ് റേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളായിരുന്നു. ശരിക്കും ഇത് റോട്ടിലിറക്കി ഓടിക്കാനേ പറ്റില്ല. ഓൺലി മറ്റെന്താ പറയാ നമ്മുടെ ഇതിൽ മാത്രം ട്രാക്കിൽ മാത്രം F1 സമാനമായിട്ടുള്ള ട്രാക്കിങ്ങിൽ ഓടിക്കാനുള്ളതാണ്. ഇതും ഏറെക്കുറെ ഇത് KTM-ന്റെ KTM-ന്റെ ബൈക്ക് മാത്രമേ എക്സ്ബോ. ഇത് KTM-ന്റെ ഇതും ട്രാക്ക് തന്നെ. ഇതും ട്രാക്ക് തന്നെയാണ്. ഇതിന്റെ ഒക്കെ ഹെഡ്ലൈറ്റ് നോക്കി എങ്ങനെയാന്ന് നമ്മൾ ഇതേപോലത്തെ കാണാത്തൊരു ഡിസൈനിലുള്ള ഹെഡ്ലൈറ്റ്, അതേപോലെ ഷോക്ക് അബ്സോർബ് ഒക്കെ എവിടെ നിൽക്കണ, ബോണറ്റ് എവിടെ നിൽക്കണ നോക്കിയാൽ മൊത്തത്തിൽ 2 അതെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്, ഞാൻ ഇതേവരെ ബൈക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതെന്തായാലും പൊളിച്ചുട്ടോ ഗൈസ്. പിന്നെ ഇതെന്തൊക്കെ സാധനം? പോളാറിസിസ് തന്നെയാണല്ലേ കൂടുതലും. ഡ്യൂൺ ബഗ്ഗിയാണ് പോളാറിസിന്റെ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ട പോലെ തന്നെ കസ്റ്റമൈസ്ഡ് സാധനം. ആദ്യപൂരി ഡെസർട്ടിക്കടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പെട്ട സാധനങ്ങൾ. ഇതും അത് തന്നെയാണെന്നുണ്ടല്ലേ ബ്രാൻഡ്? ഇത് പോളാറിസിന്റെ അല്ല. ഇതിന്റെ ഹെഡ്ലൈറ്റും സാധനങ്ങളൊക്കെ അതിന്റെ എഞ്ചിനും ഇതൊക്കെ ബാക്കിലാണല്ലേ. റേഡിയേറ്ററും ഭയങ്കര ശബ്ദമുള്ള സാധനമല്ലേ ഇത്? ഇത് കല്ലക്കാൻ സാധനം കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിക്കടെ തീരെ ഓടിക്കാൻ പറ്റില്ല. ഡെസേർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കടെ മാത്രമുള്ള സാധനങ്ങൾ. ഇതാണെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ഏത് ഗോൾഡൻ കളറാ. അല്ല, ഈ ഒരു കാറൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് മാത്രം നമ്മുടെ റോട്ടിൽ ഓടിക്കാൻ പറ്റുന്ന അപൂർവ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക ട്രാക്ക് ഓടിക്കുന്ന സാധനങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ബ്രാൻഡും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ടിരിക്കുന്നതിന്റെ കാരണം. ഇതൊക്കെ കിറ്റാ. ഇതൊന്നും ബ്രാൻഡ് പോലും ഏതാണെന്ന് അറിയില്ല. പക്ഷെ ഇത് ശരിക്കും അടുത്ത് ചെന്ന് നമുക്ക് ഫൈബർ ഗ്ലാസിന്റെ ബോഡി. ശരിക്കും അതിന്റെ സീറ്റും കാര്യങ്ങളും സ്റ്റിയറിംഗും ഒക്കെ അടുത്ത് ചെന്ന് ഇങ്ങനെ കാണുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് തൊടാനോ അല്ലെങ്കിൽ ഒന്നും പാടില്ല. ഇവിടെ ഇത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ട് നമുക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എന്താ പറയുക ഓരോ അലോയ് വീല്, മിറർ, അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും ഹെഡ്ലൈറ്റ് മുതൽ സകല സാധനം ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഏത്? ഈ വണ്ടി അല്ലേ? ഈ വണ്ടീനെയാണ് അവിടെ പെട്ടക്കിനെ കാണാം. അമ്മ കണ്ടോ അങ്ങനെയുള്ള വണ്ടി. അതിന് ഇത് മാത്രമേ ഉള്ളൂ, സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ബോഡി ചെയ്തിട്ടില്ല. അതാകുമ്പോൾ മറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല, ആൾക്കൊന്നും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയില്ലേ. ഇത് ഏതാണ്? ഇതും കിറ്റ് തന്നെയല്ല ലോട്ടസ്. ഇതൊക്കെ ഇതുള്ളതാ. അവിടെ കണ്ടില്ലേ ലോട്ടസ്? അതിന്റെ വേറെ ഒരു വേർഷനാണ്. ഇതും ട്രാക്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ. ഇത് അവർ വിൽക്കുന്നുണ്ട്. ഇത് സൂപ്പർ സ്പോർട്ടായിട്ട് ബ്രിട്ടനിൽ ഇത് അവർ വിൽക്കുന്നുണ്ട്. അല്ലേ? ഇതും ലോട്ടസാ. ഇതൊക്കെ ഇത് പക്കാ ട്രാക്സാ. കാണുമ്പോ തന്നെ എന്തെന്നാ പറയുക, ഒരു തവള ഇങ്ങനെ ഇരിക്കില്ലേ, മഞ്ഞത്തവള, അതേപോലെയാണ് ഇതൊക്കെ തോന്നുന്നത്. ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ട സാധനം. ഓമ്മോ, ഇതല്ലേ ഇവിടെ ഓടിക്കണുണ്ട്. അവൻ ഇതാണ് ഇത് അവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇവന്റെ പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. അയ്യാ പൊളിച്ച്. ഡ്രൈവർക്കൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തന്നെയല്ല ഏതിലെ വേണമെങ്കിലും ഇത് പോകുന്നുള്ള കാര്യം മനസ്സിലായി. ഇത് എന്ത് സംഭവം? എൻ്റെ പൊന്നി, താഴത്തേക്ക് പോകുന്നു. ഇനി കയറും, എന്തായാലും കയറാണ്ടിരിക്കില്ല. അത് കയറ്റും. പഠിച്ചോ, ഡ്രൈവർക്ക് ധൈര്യം കൊടുക്ക്. പൂശങ്ങോട്ട്. പൂശല്ല, മെല്ലെ കയറ്റാൻ വേണ്ടിയിട്ടതുകൊണ്ട്. പറമ്പിലൊക്കെ പണിക്ക് പോകാൻ നല്ല സാധനം കേട്ടോ. പോട്ടെ. നല്ല ബുദ്ധി മറിഞ്ഞു. എന്നാലും ഒന്നും പറ്റില്ല കേട്ടാ. എഴുന്നേറ്റ് പോരും അവിടെ നിന്ന്. അത് കലക്കി. ഇത് ഏതായിരുന്നു ബ്രാൻഡ്? ഏതെന്നാണ് ഇത്? നോ ബ്രാൻഡ്. ബ്രാൻഡ് ഇല്ല. V8 എഞ്ചിനാണ്. ഈ ഇത് മുഴുവനും ഒറ്റ സ്ട്രക്ചറാണ്. റോൾ കേജും എല്ലാം കൂടെ കൂടിയിട്ട് ചേസസും ടയറുകളൊക്കെ വ്യത്യാസമുണ്ട്. സസ്പെൻഷൻ, ലിങ്കേജ് എല്ലാം ഡിഫറെന്റ് ആണ്. കണ്ടോ കേറണത്? ഇതിനൊന്നും ഒരു ബ്രാൻഡ് അല്ല. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഇൻഡിപെൻഡന്റ് ഗ്യാരേജിലോ ഉണ്ടാക്കുന്നതാണ്. ഒളിച്ചു കണ്ടു. അതെന്തൊരു സാധനം പറഞ്ഞു പോണത്? ഏത്? ഇവിടെ ഒരു പറക്കണുണ്ടോ? അതാണ് ഗൈസ് അവിടെ കാണുന്നത്. കാണിച്ചു തരാട്ടാ. ഇത് ടൊയോട്ടയാണോ? അത് ടൊയോട്ടയാണല്ലോ ഇപ്പൊ കാണിച്ചത്. ഫ്രണ്ടേജ് ടൊയോന്നുള്ളൂ. ആണോ? ഞാൻ ടൊയോട്ട. ഇതിന്റെ 2 ഷോക്ക് അബ്സർവ് മേടിച്ചു കൊണ്ട് പോകണം. ടയർ പൊട്ടിയാ? കണ്ടു. എവിടെയാ
പൊളിച്ചു. ഉള്ളിലുള്ള ഷോട്ട് കണ്ടാ ഇരിക്കുന്ന ക്യാമറയ്ക്ക് ഒരു ഇതുമില്ല. ശരിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വണ്ടിയും കണ്ടു കഴിഞ്ഞു കേട്ടോ ഗൈസ്. അടിപൊളി. അതിനുശേഷം ഇത് എന്താണ് സംഭവം? ഇത് ഏതായിരുന്നു വണ്ടി? ഇത് ഡോഡ്ജ് റാം. റാം. പക്ഷെ ഈ വണ്ടിയാണോടാ മുത്ത് നമ്മൾ ദുബായിലൊക്കെ പോയപ്പോ കണ്ടിട്ടുള്ള റാം ഡോഡ്ജിന്റെ? പക്ഷെ ഇതേപോലെ ആയിരുന്നു അന്ന് ഇത് ഇരുന്നുണ്ടായിരുന്നത്. ഇത് റേസിങ്ങിന് വേണ്ടിട്ട് ഇറക്കിയേക്കണം. അതായത് ഡ്രാഗ് റേസിങ്ങിന് വേണ്ടി. അതായത് 100 മീറ്റർ 500 മീറ്റർ 1 കിലോമീറ്റർ ഒക്കെ ഡ്രാഗ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ലോവർ ആയിട്ടിരിക്കുന്നത്. ശരിക്കും ഉയരത്തിലായിരിക്കണം. ഭയങ്കര ഹൈറ്റ് കൂടിയ വണ്ടിയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ ടയർ കടി ഹൈറ്റ് ആയിരുന്നെങ്കിൽ ഒരു ലോറിനേക്കാളും വലിയൊരു സംഭവം ആയിരുന്നത് അല്ലേ മുത്ത? എന്താ പറഞ്ഞു ഇതിന്റെ എന്ത് സംഭവം? രണ്ട് ബ്രാൻഡായി അല്ലേ? ഈ സാധനം ഇപ്പൊ ചാർണ കണ്ടത് നമ്മള്. ഇതാണ് ചെയ്ത് അവിടെ ആൾക്കാർ കൈയടിച്ച് ചാർണ കണ്ട വണ്ടി. എല്ലാത്തിനും ടയർ നോക്കി. കുലുങ്ങാന്ന് പറഞ്ഞാൽ നീ കൈ കൊണ്ട് പിടിച്ചാൽ എനിക്ക് കഴിഞ്ഞാൽ കുലുങ്ങുന്ന് ചോദിച്ചിട്ടിരിക്കുന്നത്. അത്ര സോഫ്റ്റ് അല്ലടാ സസ്പെൻഷൻ. അതിന്റെ ഉള്ളിൽ മുഴുവൻ മറ്റേ പൈപ്പ് ചെയ്തേക്കാണ്. എങ്ങനെ തലകുത്തി പറഞ്ഞു എന്തുണ്ടായാലും ഒന്നും പറ്റില്ല. അതേപോലെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ മുദ്ദ തൊടാൻ പാടില്ലെന്നുണ്ട്. ഡോൺ ടച്ച്. ഇതൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുള്ളതാ, പെയിന്റ് അല്ലാട്ടോ. ഇത് മൊത്തം സ്റ്റിക്കറാണ് കണ്ടോ. ഹെഡ്ലൈറ്റ് ഇത്ര ഉള്ളൂ കേട്ടോ. ഇതിന്റെ ആവശ്യമുള്ളൂ. വേറെ ഇവിടെ ഒരു വലിയ ലൈറ്റ് ഉണ്ട് 7777. ഇത് വെറുതെ വെച്ചിട്ടുള്ളതാ അവിടെ ഈ നമ്പർ പ്ലേറ്റ്. എനിക്ക് തോന്നുന്നേ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളതായിരിക്കും ഈ നമ്പർ പ്ലേറ്റ്. അല്ലാണ്ട് ഒരിക്കലും എല്ലാ വണ്ടിക്കും ഇതേ സെയിം നമ്പർ കിട്ടും 888777. അപ്പോൾ അതാവില്ല. ഇത് വെറുതെ ഇങ്ങനെ ഇതിൽ വെച്ചിട്ടുള്ളത് കൊണ്ടൊരു ഇതിന് വേണ്ടി വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം നമുക്ക്. ഇത് ഫോർഡിന്റെ റാപ്റ്ററാ. ഇത് ഫോർഡിന്റെ ഏതാ വണ്ടി? ഇത് റാപ്റ്റർ. ഫോർഡ് റാപ്റ്റർ. ഇതാണ് ഫോർഡ് റാപ്റ്റർ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദുബായിലായിരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഇത് കൂടിന്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ എന്തോ വലിയ സാധനം കാണുന്ന പോലെ. അന്ന് റോട്ടിൽ കാണുമ്പോൾ ഇത്ര തോന്നിയിട്ടില്ലല്ലോ മുത്തേ? ഇതതിന് മോഡിഫൈഡ് ആടാ. അതാണ് ഇതിന്റെ എല്ലാ സാധനങ്ങളും നീ കണ്ടോ മാറ്റിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭീകരത ഉണ്ട് എല്ലാ വണ്ടികൾക്കും. ഇനി ഏതാ ഇവിടെ കിടക്കുന്ന സാധനം? നമ്മുടെ പഴയ 407 പോലെ ഉണ്ടല്ലേ? 407 ഇത് തന്നെയായിരുന്നു. ടാറ്റ. പണ്ട് ടാറ്റയ്ക്ക് മെഴ്സഡീസ് ആയിട്ട് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അവരുടെ ആദ്യകാലത്തുള്ള വണ്ടികൾ മുഴുവനും ഇതായിട്ടുള്ള. അതെ, അത് ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇത് ടാറ്റയുടെ യൂണിമോഗ്. സൈലൻസർ ഉണ്ട് അതിന്റെ അവിടെ. എക്സ്റ്റേണലി അവർ ഇത് കൊടുത്തു. മിറർ സാധനങ്ങളൊക്കെ സെറ്റാണ്. അതുപോലെ ഡീസൽ ടാങ്ക് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടയർ അല്ല വീലൊന്നും അല്ല. എന്നാൽ ഡിസ്ക മറ്റെന്താ പറയുക ഡ്രമ്മാണെങ്കിൽ ഒരു പ്രത്യേക സൈസ് വീൽ ബോൾട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കണമെന്ന് ഒരു അടിപൊളി സംഭവം കേട്ടോ. ടാറ്റയുടെ പെട്ടെന്ന് കാണുമ്പോഴേ നമുക്കൊരു 407 എന്ന് തോന്നാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മറ്റേ ഇത് കണ്ടോ എയർ വലിക്കാനുള്ള സംഭവമൊക്കെ സ്നോർക്കൽ എന്നല്ലേ പറയണ മൊത്തം. ഞാൻ എപ്പോഴും പറയുമ്പോൾ തെറ്റിപ്പോവത്. ആ സംഭവമൊക്കെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിക്കടെ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഗ്ലാസിൻ്റെ ഹൈറ്റ് വരെ നമുക്ക് ഇത് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇത് എന്തിട്ടാണ് എഴുതിയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ? യൂണിമോഗ് 1300 L. അപ്പോൾ ഇത് ബെൻസ്. പിന്നെ ഇനിയിപ്പോൾ ഏതാ 2 3 വണ്ടിക്ക് ഉണ്ട്. ഇന്റർനാഷണൽ ട്രക്ക് മോഡിഫൈ ചെയ്തേക്കണതാ. ഇത് ശരിക്കും ട്രക്കാണത്. ട്രക്കിനെ പിക്കപ്പ് ആക്കി. ശരിക്കും ട്രക്കിന്റെ റേസ് നടക്കാറില്ല. അതിലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണോ അത്? അല്ല അല്ല. ഇത് ഇവന്മാര് അമേരിക്കക്കാർക്ക് ഭ്രാന്ത് തോന്നിയിട്ട് ഒരു ട്രക്കിനെ പിക്കപ്പ് ആക്കി മോഡിഫൈ ചെയ്തേക്കണം. അത് മോഡിഫിക്കേഷൻ. അതെ അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങണമെന്നല്ല. ഫ്രണ്ട് ഭാഗം എന്താ ഇത് ഇവിടം വരെയാണ് ട്രക്കുള്ളൂ. ആ ബാക്കിലേക്ക് പറഞ്ഞ അതിന്റെ ചേസസ് ആണ്. അതിന്റെ മീതെ ഈ എക്സ്ട്രാ ഇതിനെ കെട്ടിയിട്ടുള്ളത്. ഇത് ബോഡി കെട്ടിയേക്കണതാണ്. എന്നിട്ട് ഒരു പിക്കപ്പ് മോഡലാക്കിയേക്കണം. അതെ, നന്നായി. അത് തന്നെയല്ലേ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ട്രക്കിന്റെ പിക്കപ്പ് വെർഷൻ. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് അല്ലേ? അതെ, ട്രക്ക് ബ്രാൻഡാണോ അത്? ഓ, ഇത് എന്താ സാധനം നോക്കിയേ. നമ്മുടെ 1210 SC ലോറി എന്നൊക്കെ പറയില്ല, അതേ സെയിമാണ് കേട്ടോ. ആദ്യം ഗ്രില്ലും സാധനങ്ങളൊക്കെ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ 1210 ഓർഡർ ചെയ്ത് ഇതേപോലെ ആക്കാൻ പറ്റും. സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ കൊടുത്ത് ഗ്രില്ലൊക്കെ ഇങ്ങനത്തെ ഒരു മോഡലാക്കി കഴിഞ്ഞാൽ എന്ത് ലുക്കാവും നോക്കി. നമ്മുടെ അവിടെ ടാറ്റയുടെ ലോറിക്ക് ശരിക്കും ഇതേപോലെ ഓർഡർ ചെയ്യാൻ പറ്റും. ബാബ്സ് അല്ലേ? അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ടൈപ്പ് ഗ്രില്ലല്ല, നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണില്ലേ ആ ടൈപ്പാണ്. ഇതൊരു പ്രത്യേക, ഇത് നമ്മൾ കാണാത്തൊരു വെറൈറ്റി അല്ലേ. ഇങ്ങനെ ഒരു ഗ്രില്ലും ഇങ്ങനെ ഒരു ഷേപ്പ് ഞാൻ തീരെ കണ്ടിട്ടില്ല എന്ന്. മറ്റേ നമ്മൾ കണ്ട് കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പാണ് അത് ഉണ്ടാക്കുന്നത്. റേസ് നടത്താൻ വേണ്ടിയിട്ടാ? എൻ്റെ പിന്നെ അവർക്കും റേസിങ് ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റും അല്ലേ. ഇത് കിറ്റ ഹമ്മർ
ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജീപ്പോ എന്തെങ്കിലും മോഡിഫൈ ചെയ്തതാണ്. പഴയ ചിലപ്പോൾ ജീപ്പായിരിക്കാം അല്ലേ? അതിനെ ഹൈറ്റ് കൂട്ടി മോഡിഫൈ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞ ഏതൊരു വണ്ടി ആയാലും ശരിക്കും പറഞ്ഞാൽ അവർ ആ മറ്റേ ലൈനിങ് ഇട്ടിട്ടുണ്ട്, ഹാർഡായിട്ടുള്ളത് ലൈനിങ് അടിച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഏറെക്കുറെ എല്ലാ വണ്ടികളും കണ്ടു. ഇതേ നമ്മുടെ ഇയാളുടെ കയ്യിലിരിക്കുന്ന വണ്ടിയല്ലേ ഇത്? മിസ്റ്റർ ബീൻ്റെ കയ്യിലുള്ളത്. ഇത് അതുപോലെ തന്നെ മിസ്റ്റർ ബീൻ്റെ കാർ. ഇതിൻ്റെ കളർ മാത്രം മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടായിരുന്നു, ഈ 2 മേടിക്കായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് കയറി പോകാനൊക്കെ നല്ല എളുപ്പമുള്ള ഒരു സാധനമായിരുന്നു അല്ലേ? ഇതിൻ്റെ ബ്രാൻഡ് ഏതാ മിസ്റ്റർ ബീൻ്റെ കാറിൻ്റെ? മിനി കൂപ്പർ. ഇത് മിനി കൂപ്പർ ആണോ? അത് ഒറിജിനൽ മിനി കൂപ്പർ, പഴയ കാലത്തെ. ഇത് കുറച്ചിട്ടുണ്ട്. അല്ലല്ല, ഇതിന്റെ നെക്സ്റ്റ് വെർഷൻ ആണ്. നോ, ഇതിനെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ചോപ്ഡ് വെർഷനാണ്. കട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി, ചെറുതാക്കിയിട്ടുണ്ട് അല്ലേ? കുറച്ചും കൂടി വലുതായിട്ട് ഫ്രണ്ടിൽ ഒരു സീറ്റ്, ബാക്കിൽ ഒരു സീറ്റ്. ഓ, ഇത് ഒറ്റ സീറ്റേ ഉള്ളൂ. ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? ചോപ്പ് ചെയ്തതാണ്. മിനി കൂപ്പർ സംഭവം. മിസ്റ്റർ ബീന്റെ കാർ ഇതല്ല. ഇതല്ല, ആള് വീട്ടിൽ കൊണ്ടുപോയിക്കത്. അതല്ല, ഇങ്ങനെയല്ല, ഒരു ചതുരം പോലത്തെ ടൈപ്പ്. ഓ കറക്റ്റ്. ഇത് ഏതാ ടൊയോട്ടയുടെ? FJ ക്രൂയിസർ. FJ ക്രൂയിസർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടികളിൽ പെട്ടിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. മുത്തേ അവിടെ നിന്ന് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. അമ്മ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് FJ ക്രൂയിസർ. പിന്നെ നമ്മുടെ റോട്ടിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇതിന് ആകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇത് ഇറങ്ങാത്തതുകൊണ്ടാണ്. എന്തൊരു ഷേപ്പ് അത്! എന്താണ് ഈ വണ്ടി ഏതാന്ന് പറഞ്ഞില്ല? എന്താ ഷേർപ്പ്? ഓൾ ടെറൈൻ വെഹിക്കിൾ ആണിത്. വെള്ളത്തിൽ പോവും. എവിടെ? ഓ, മുത്തിന് കളിക്കാൻ ചെറുപ്പത്തിൽ മേടിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം. കൂടെ ഉണ്ട്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത്. കണ്ടു. അതേ വെള്ളത്തിൽ കൂടെ പോണു അല്ലേ? ഗൈസ് കണ്ട, വെള്ളത്തിൽ കൂടെയും കല്ലിലേക്കൂടെയും മണ്ണിക്കൂടെയും ഒക്കെ പോകും. അപ്പൊ ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? ഷേർപ്പ്. കേട്ടിട്ടില്ല. എന്തായാലും ടയറൊക്കെ നല്ല ക്ലീൻ അടിപൊളി സംഭവമാണ്. നോക്കിയേ, എന്തുട്ടാ സൈസ്, എന്തുട്ടാ രസം നോക്കിയേ. ഇതിന്റെ ബാക്കിൽ ഒരു ഇതും കാര്യങ്ങളൊക്കെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മ കല്ലക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. ഇവിടെ 2-3 വണ്ടികൾ കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ജസ്റ്റ് കണ്ടുപോകാനേ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഏതാ ബ്രാൻഡെന്ന് പോലും. ഇത് സിട്രോൻ്റെ ചെറിയ കാറാണെന്നുള്ളത് മനസ്സിലായി. ബാക്കിൽ കിടക്കണം ഏതാ ബ്രാൻഡെന്ന് മനസ്സിലായി. ഇതും സിട്രോൺ തന്നെയാണ്. സിട്രോൺ. 2 സിട്രോണും കണ്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യേണ്ട സമയം. അപ്പോൾ ഞങ്ങളോട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാ വണ്ടിയിലും അടുത്ത് നിന്നുള്ള ഫോട്ടോകളും സാധനങ്ങളും സംഭവങ്ങളൊക്കെ എടുത്ത് ഹാപ്പി. ഇപ്പോഴാണ് ഇവിടെ വന്നതിൻ്റെ ഫുൾ സന്തോഷം ആയിന്ന് പറയില്ല, വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നേരെ നമ്മൾ പുറത്തേക്ക് പോകാണ്. നമ്മൾ വരുമ്പോൾ ഈ ഗ്രൗണ്ട് മൊത്തം ഫുള്ള് വണ്ടികൾ പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റായി എല്ലാ ആൾക്കാരും പോയി തുടങ്ങി. ആകെ കുറച്ച് വണ്ടികൾ മാത്രമാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകും. അവിടെ ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം സംഭവം ചെയ്ത് പുതിയൊരു വീട്ടിൽ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.